ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന അദ്ദേഹം മുൻ MP സുരേഷ് ഗോപിയുടെ മകളുടെ ഉൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. തുടർന്ന് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം പ്രധാനമന്ത്രി ന്യൂഡൽഹിക്ക് മടങ്ങും. ഭക്തിയുടെ നിറവിൽ ശബരിമല സന്നിധാനം. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്കും മകരജ്യോതി ദർശനത്തിനും സാക്ഷ്യം വഹിച്ച ശേഷം ഭക്തർ മലയിറങ്ങി തുടങ്ങി. മകരസംക്രമ സന്ധ്യയിൽ ഭക്തിയുടെ പാരമ്യത്തിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയുടെ മഹാദീപാരാധന 6:35 നടന്നു. തുടർന്ന് കിഴക്കൻ ചക്രവാളത്തിൽ ഉത്തരനക്ഷത്രം ഉദിച്ചു. 6:47 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. തുടർന്ന് 2 തവണ കൂടി ജ്യോതി മിന്നിമറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തെ തുടർന്ന് ഇന്നു മുതൽ 18-ാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും. ഇന്ന് രാത്രി മണിമണ്ഡപത്തിൽ കളമെഴുത്തും നടക്കും. കേരള ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശാസ്ത്രബുദ്ധി വളർത്തേണ്ടതിനെക്കുറിച്ച് ഭരണഘടന പരാമർശിക്കുന്നുണ്ടെന്നും കേരളം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹ നന്മയ്ക്കായി ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്ന ദൌത്യം ശാസ്ത്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തോന്നയ്ക്കൽ ലൈഫ് സയൻസസ് പാർക്കിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാരായ V. ശിവൻകുട്ടി, R. ബിന്ദു, KN ബാലഗോപാൽ, GR അനിൽ, പ്രമുഖ ശാസ്ത്രജ്ഞർ, അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയവർ സന്നിഹിതരായി. 25 ഏക്കർ വിസ്തൃതിയിൽ 18 പവലിയനുകളിലായാണ് 1 മാസം നീളുന്ന ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്തുടനീളം കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. വികസിത് ഭാരത് സങ്കല്പ യാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം ഉഴമലക്കലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചവർ മനസ്സിൽ കണ്ട ഇന്ത്യ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് ഇനിയുള്ള 25 വർഷക്കാലം രാജ്യത്ത് നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഉഴമലക്കൽ പഞ്ചായത്തിൽ പരിപാടി നടന്നത്. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ നാളെ കേരളത്തിലെത്തും. കോട്ടയം ജില്ലയിൽ നാളെ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കും. രാവിലെ തിരുനക്കരയിലും ഉച്ചയ്ക്ക് ശേഷം നാഗമ്പടത്തുമാണ് പരിപാടി. മറ്റന്നാൾ അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തും. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 23,753 പേർക്ക് 201 കോടി രൂപ നഷ്ടമായതായി പോലീസ്. ഇതിനായി നിയോഗിച്ചിട്ടുള്ള 5,107 ബാങ്ക് അക്കൌണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളും 239 സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളും 945 വെബ്സൈറ്റുകളും പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരികെ പിടിക്കാൻ സാധിച്ചു. നിക്ഷേപ തട്ടിപ്പിൽ പെടാതിരിക്കാനായി പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് റിസർവ് ബാങ്ക് വെബ്സൈറ്റ് പരിശോധിച്ചോ ബാങ്കുകൾ മുഖേനയോ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണം. ഓൺലൈൻ തട്ടിപ്പുകൾ സംബന്ധിച്ച പരാതികൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും പോലീസ് അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാക്കളുമായി ഓൺലൈൻ ചർച്ച നടത്തി. കേന്ദ്രത്തിന്റെ അവഗണനയാണ് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹായം ലഭ്യമായില്ലെങ്കിൽ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം രൂക്ഷമാകുമെന്ന് അദ്ദേഹം പ്രതിപക്ഷത്തെ ധരിപ്പിച്ചു. കേന്ദ്ര സഹായം നേടിയെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക നയമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് V. D. സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് P. K. കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പങ്കെടുത്തു. KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ ഈ മാസം 31 മുതൽ പ്രവർത്തനരഹിതമാകുമെന്ന് കേന്ദ്ര സർക്കാർ. ഒരു വാഹനത്തിന് ഒന്നിലധികം ഫാസ്ടാഗുകൾ ഉപയോഗിക്കുന്നതും ഒരു ഫാസ്ടാഗ് ഒന്നിലധികം വാഹനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതും തടയുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തന സജ്ജമായി. യൂണിറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്ത് ചുരുക്കം ചില സ്ഥലങ്ങളിലും വിദേശത്തും മാത്രമാണ് നിലവിൽ റോബോട്ടിക് സർജറി സംവിധാനമുള്ളത്. മലബാർ ക്യാൻസർ സെന്ററിലും വൈകാതെ ഈ സംവിധാനം യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RCCയിലെ ഹിപക് ചികിത്സാ സംവിധാനം, പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക്, ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികം പല്ലന ആശാൻ സ്മാരകത്തിൽ ജനുവരി 17, 18 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.